ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ബീഹാർ സന്ദർശനത്തിന്റെ ഭാഗമായി നാളന്ദ സർവകലാശാലയിൽ എത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ ഉൾപ്പെടെ സജീവം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും പശ്ചിമബംഗാളിലെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനുമുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. ദുബായ് തീരത്തിന് സമീപം കുവൈറ്റ് എണ്ണക്കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ. കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരെന്ന് അധികൃതർ. കേരളത്തിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ കർണാടക ബീഹാർ സന്ദർശനത്തിന് തുടക്കമായി. ബീഹാറിലെ രാജ്ഗീറിൽ നാളന്ദ സർവകലാശാലയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കുന്നു. നാളെ കർണാടകയിലെ തംകുരുവിലെ ശ്രീ സിദ്ധഗംഗ മഠത്തിൽ ശ്രീ ശിവകുമാര മഹാസ്വാമിജിയുടെ ഗുരുവന്ദന ചടങ്ങിലും 119ാമത് ജയന്തി ആഘോഷത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ഇനി 9 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. LDFിൻ്റെ പ്രചരണാർത്ഥം മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് നാളെ കോട്ടയത്ത് പ്രചാരണത്തിനെത്തും. NDAയ്ക്ക് വേണ്ടി ഖുശ്ബു സുന്ദർ കോഴിക്കോട് ജില്ലയിലെ മാവൂർ റോഡിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഇന്ന് കൊല്ലത്ത് വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. UDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കണ്ണൂരിലെത്തി. കോഴിക്കോടും അദ്ദേഹം ഇന്ന് പ്രചാരണം നടത്തുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഇന്ന് കോട്ടയത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. 3 മുന്നണികളിൽ നിന്നുമുള്ള പ്രമുഖ നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന് പുറമെ പുതുച്ചേരിയിലും അസമിലും ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള പ്രചാരണം കണ്ണൂരിൽ ഉച്ചസ്ഥായിലെത്തി. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നതോടെ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ കണ്ണൂർ ജില്ലയിൽ മുന്നണികൾ പ്രചാരണം ശക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടന്ന UDF തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ അല്പം മുൻപ് സംസാരിച്ചു. ജില്ലയിലെ UDF സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ നാളെ രാവിലെ കണ്ണൂർ വിമാനത്താവള റോഡിൽ നിന്നുള്ള റോഡ് ഷോയിൽ പങ്കെടുക്കും. വൈകിട്ട് പാനൂരിൽ പൊതുയോഗത്തിലും അദ്ദേഹം സംസാരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏപ്രിൽ 3-ന് രാവിലെ ചാവശ്ശേരി, മുണ്ടയാട്, വളപട്ടണം, വൈകിട്ട് തളിപ്പറമ്പ്, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കും. RJD ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് തേജസ്വി യാദവ് നാളെ വൈകിട്ട് പാനൂരിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കും. നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർക്കായി പോസ്റ്റൽ വോട്ടിംഗ് കേന്ദ്രങ്ങളുടെ പട്ടികയും സമയക്രമവും പ്രസിദ്ധീകരിച്ചു. ഫയർഫോഴ്സ്, എക്സൈസ്, KSCB, KSRTC, വാട്ടർ അതോറിറ്റി, റെയിൽവേ, BSNL, മാധ്യമങ്ങൾ തുടങ്ങി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ചെയ്ത വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർക്കാണ് ഈ സൗകര്യം ലഭിക്കുക. ഇന്നു മുതൽ ഏപ്രിൽ 6 വരെ വോട്ടിംഗ് കേന്ദ്രത്തിൽ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്താം. മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഹോം വോട്ടിങ്ങിന് സംസ്ഥാനത്ത് തുടക്കമായി. ഇന്നലെ 10,922 പേർ ഹോം വോട്ടിംഗ് ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളത്തിന് പുറമെ അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹോം വോട്ടിങ്ങിന് അനുമതി നൽകിയിട്ടുണ്ട്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും പശ്ചിമബംഗാളിലെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനുമുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിലും ഏപ്രിൽ 23-ന് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പശ്ചിമബംഗാളിൽ 152 മണ്ഡലങ്ങളിലേക്കാണ് 23-ന് വോട്ടെടുപ്പ്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 13 സ്ഥാനാർത്ഥികളുടെ 4ാമത്തെ പട്ടിക BJP പുറത്തിറക്കി. ഹൗറ ദക്ഷിൺ മണ്ഡലത്തിൽ നിന്ന് ശ്യാമൽ ഹാത്തിയും ഗർഭേതയിൽ നിന്ന് പ്രദീപ് ലോധയും മത്സരിക്കും. മൈനാഗുരി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ മാറ്റി പകരം ഡെലിം റോയിയെ പുതിയ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു.
സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 9 എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലെ വോട്ടർമാർക്കായി സൗജന്യ യാത്രാ പദ്ധതിയുമായി യൂബർ ഇന്ത്യ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പോളിംഗ് ശതമാനം ഉയർത്തുകയാണ് ലക്ഷ്യം. വോട്ടർമാർക്ക് യൂബർ ആപ്പിലൂടെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ദുബായ് തീരത്തിന് സമീപം കുവൈറ്റ് എണ്ണക്കപ്പലിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കിയതായും ജീവനക്കാർ സുരക്ഷിതരാണെന്നും ദുബായ് അധികൃതർ അറിയിച്ചു. അതേസമയം നാശനഷ്ടങ്ങൾ എണ്ണ ചോർച്ചയിലേക്ക് നയിച്ചേക്കാമെന്ന് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് LPG, PNG സിറ്റി ഗ്യാസ്, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിതരണം നിരീക്ഷിക്കുന്നതിനായി സെക്രട്ടേറിയറ്റിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന LPG വാർ റൂം ആരംഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ള പരാതികളും നിർദ്ദേശങ്ങളും 1800-425-0290 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കാവുന്നതാണ്. ആർട്ടമിസ് 2 ദൗത്യത്തിനായുള്ള അന്തിമ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി നാസ. ചന്ദ്രനിൽ സുസ്ഥിരമായ മനുഷ്യ സാന്നിധ്യം സ്ഥാപിക്കുന്നതിനും ചൊവ്വയിലേക്കുമുള്ള ഭാവി ദൗത്യങ്ങൾക്കുള്ള ശ്രമങ്ങളുടെയും ഭാഗമായാണ് ആർട്ടമിസ് മിഷൻ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ സമയം നാളെ വൈകുന്നേരം 6:45 ആയിരിക്കും വിക്ഷേപണം എന്നാണ് റിപ്പോർട്ട്. വിശദാംശങ്ങളിലേക്ക്. അമേരിക്കയിലെ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കാനിരിക്കുന്ന ആർട്ടമിസ് 2 നാസയുടെ ആർട്ടമിസ് ദൌത്യത്തിലെ ആദ്യ മനുഷ്യ ദൌത്യമാണ്. 10 ദിവസത്തെ യാത്രയിൽ 4 ബഹിരാകാശ യാത്രികരാണ് ദൌത്യത്തിന്റെ ഭാഗമാകുന്നത്. അപ്പോളോ ദൌത്യങ്ങൾക്ക് ശേഷം മനുഷ്യർ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിനപ്പുറം സഞ്ചരിക്കുന്നത് ഇതാദ്യമായാണ്. നാസയുടെ ബഹിരാകാശ യാത്രികരായ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവൽ, ക്രിസ്റ്റീന കോച്ച്, കനേഡിയൻ ബഹിരാകാശ യാത്രികൻ ജെറമി ഹാൻസൺ എന്നിവരാണ് ദൌത്യത്തിന്റെ ഭാഗമാകുന്നത്. ഓറിയോൺ ബഹിരാകാശ പേടകത്തിന്റെ ജീവൻ രക്ഷാ സംവിധാനങ്ങളും ആർട്ടമിസ് 2 ദൌത്യത്തിനൊപ്പം പരീക്ഷിക്കപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസും പഞ്ചാബ് കിങ്സും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 പഞ്ചാബിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ആൻഡ്രി റുഡൻകോയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങൾ ഇരുവരും ചർച്ച നടത്തി. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ജൈനമതത്തിലെ അവസാന തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം മഹാവീർ ജയന്തി ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് മഹാവീർ ജയന്തി ആശംസകൾ നേർന്നു. മഹാവീരൻ വിഭാവനം ചെയ്ത അഹിംസ, സത്യം, ബ്രഹ്മചര്യം തുടങ്ങിയ തത്വങ്ങൾ ജീവിതത്തെ ശരിയായ പാതയിലൂടെ നയിക്കാൻ പ്രചോദനമാകുമെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച ദുനഗിരി, സൻശോധക്, അഗ്രേ എന്നീ യുദ്ധക്കപ്പലുകൾ നാവികസേനയ്ക്ക് കൈമാറി. ഇതോടെ 118 യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുക എന്ന ചരിത്ര നേട്ടത്തിൽ എത്തി GRSE. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാർ സന്ദർശനത്തിന്റെ ഭാഗമായി നാളന്ദ സർവകലാശാലയിൽ എത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ ഉൾപ്പെടെ സജീവം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും പശ്ചിമ ബംഗാളിലെ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിനുമുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. ദുബായ് തീരത്തിന് സമീപം കുവൈറ്റ് എണ്ണക്കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ. കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരെന്ന് അധികൃതർ. കേരളത്തിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.